നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ട് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ഇക്കാര്യം വ്യക്തമാക്കി കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. രാഹുലിനെ ഇന്ന് നേരിട്ട് ഹാജരാക്കാനാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പുകൾ കണ്ടെത്തുന്നതിനായി പ്രതിയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുലിന് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഈ കേസിൽ ക്രൈം നിലനിൽക്കില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു. കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും പ്രതിയെ ഹാജരാക്കിയ ശേഷം കോടതി അന്തിമ തീരുമാനം എടുത്തേക്കുമെന്നാണ് സൂചന. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള SITയുടെ അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം പരിഗണിച്ച ശേഷമാണിത്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്തത്. പത്തനംതിട്ട കോടതിയിൽ നിന്ന് കേസ് സംബന്ധിച്ചുള്ള ഫയൽ രാവിലെ എത്താത്തതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയത്. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പ്രതിഭാഗം നൽകിയെങ്കിലും അതിൽ വാദം നടന്നില്ല. കസ്റ്റഡി അപേക്ഷയിൽ അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷമാകും ജാമ്യാപേക്ഷ പരിഗണിക്കുകയെന്ന് സൂചനയുണ്ട്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് ചെയ്തത്. മാവേലിക്കര സബ് ജയിലിൽ 26/2026 നമ്പർ തടവ് പുള്ളിയായാണ് രാഹുലിനെ ജയിലിലടച്ചത്. ജയിലിൽ പ്രത്യേക പരിഗണനയൊന്നും നൽകിയിട്ടില്ല. രാഹുൽ സാധാരണ ജയിൽ തടവുകാരനായിട്ടാണ് മാവേലിക്കരയിലെ സബ് ജയിലിൽ കഴിയുന്നത്. മാവേലിക്കര സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിലാണ് രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്നത്. സെല്ലിൽ പായയിലാണ് രാഹുലിന്റെ കിടപ്പ്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി രാഹുലിനെ ഒറ്റയ്ക്കാണ് സെല്ലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള 3-ാം ബലാത്സംഗ കേസിലാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായതെങ്കിലും രാഹുലിന് കുലുക്കമില്ല. ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെല്ലുവിളി പോൽ നടത്തിയ കാഴ്ച കണ്ടതാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നാണ് രാഹുൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. വൈകാതെ തന്നെ പുറത്തിറങ്ങുമെന്നും സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്നും അടക്കം രാഹുൽ വെല്ലുവിളി നടത്തി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിയമപരമായ നടപടിക്ക് പാർട്ടി എതിരല്ലെന്ന് ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല. താനുമായുള്ള സൗഹൃദം പാർട്ടി നടപടിക്ക് തടസ്സമായിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുലിനെതിരായ 3-ാം ബലാത്സംഗ കേസിൽ വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ചുള്ള യുവതിയുടെ മൊഴിയിലെ പരാമർശത്തിന് താൻ മറുപടി പറയേണ്ടതില്ല എന്നും ഷാഫിയുടെ പ്രതികരണം. തന്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ഷാഫിയുടെ ചോദ്യം. സത്യം തെളിഞ്ഞു വരട്ടെ എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. 3-ാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ റിമാൻഡിലാണ്. എന്തായാലും കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുമോ? രാഹുലിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള പ്രൊഡക്ഷൻ വാറന്റ് തിരുവല്ല മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലൈംഗിക അതിക്രമം നടന്ന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കണം. രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തണം. പണം ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ തേടണം. വിശദമായുള്ള ചോദ്യം ചെയ്യൽ തുടരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. നിലനിൽക്കാത്ത കുറ്റത്തിനാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നോട്ടീസ് നൽകാതെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും ചട്ടവിരുദ്ധമാണെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. എന്നാൽ പോലീസ് റിപ്പോർട്ട് പോലും കിട്ടാത്ത കേസിൽ എങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അടുത്ത ദിവസം വിശദമായ പോലീസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. അതേസമയം ഷാഫി പറമ്പിൽ MPക്കെതിരെ ഒളിയമ്പുമായി P സരിൻ. രാഹുൽ വടകരയിൽ ഫ്ളാറ്റുണ്ടെന്ന് പറഞ്ഞുവെന്നും അങ്ങോട്ട് ചെല്ലണമെന്നും ആവശ്യപ്പെട്ടുവെന്നും 3-ാം ബലാത്സംഗ കേസിൽ രജിസ്റ്റർ ചെയ്ത FIRൽ പറയുന്നു. വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ളാറ്റുള്ളതായി വടകരക്കാർക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ എന്നും സ്ഥലം MPയോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാലും മതിയെന്നും P സരിൻ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്. സരിൻ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള 3-ാമത്തെ FIR മാധ്യമങ്ങളുടെ പുറത്തു വന്നത് വായിക്കുകയായിരുന്നു. പരാതിയുടെ 5-ാം പേജിൽ ആവലാതിക്കാരി പറയുന്നത് ഇങ്ങനെയാണ്: വടകരയിൽ ഫ്ളാറ്റുണ്ടെന്നും മറ്റൊരു ദിവസം വടകരയിലേക്ക് ചെല്ലണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ളാറ്റുള്ളതായി വടകരക്കാർക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ? സ്ഥലം MPയോട് ചോദിച്ച് ആരെങ്കിലും അറിയിച്ചാലും മതി. ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കാൻ വരുന്നത് പോലീസായിരിക്കും. എങ്ങനെയായിരുന്നു സരിൻ്റെ പ്രതികരണം? അതേസമയം വിഷയത്തിൽ DYFIയുടെ പ്രതികരണം നോക്കാം. വടകരയിൽ ഫ്ളാറ്റുള്ളത് ആർക്കാണെന്നും ആ വഴി ഗൗരവമായ അന്വേഷണം നടക്കണമെന്നും പെൺകുട്ടികളെ ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുക, ക്രൂരമായി ബലാത്സംഗം ചെയ്യുക, ഗർഭചിത്രം നടത്തുക, അതിനുള്ള പണം ദുരന്ത ബാധിതർക്കുള്ള ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കുക തുടങ്ങിയ എത്രമാത്രം ഹീനമായ കാര്യമാണ് ചെയ്യുന്നതെന്നും VK സനോജിന്റെ പ്രതികരണം. ഇതിനെല്ലാം കോൺഗ്രസ് നേതൃത്വം കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായ വിഷയത്തിൽ പരാതിക്കാരി രാഹുലും തമ്മിലുള്ള ചാറ്റ് അടക്കം പോലീസിന് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.